IT, സിമൻറ്റ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.5% ഉയർന്ന് 23,270 ക്ലോസിംഗ് നൽകി. കോഫോർജ്, പെർസിസ്റ്റന്റ് തുടങ്ങിയ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ 11 മുതൽ 12% ബൈയിങ് കാണാൻ സാധിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ അമേരിക്കയെ ഒരു സൂപ്പർ പവറാക്കി മാറ്റുന്നതിനാവശ്യമായ നടപടികൾ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുമെന്ന അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് IT സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ മികച്ച ബൈയിങ് മൊമെൻറ്റം കാണുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്ന സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. JSW സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. ഇതുകൂടാതെ ആൽക്കൈൽ അമൈൻ കെമിക്കൽസ്, ഭാരത് ഗിയേഴ്സ്, സെൻട്രം ക്യാപിറ്റൽ, കെം ബോണ്ട് കെമിക്കൽസ്, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, BEML ലാൻഡ് അസറ്റ്സ്, DAM ക്യാപിറ്റൽ അഡ്വൈസർ, DCB ബാങ്ക്, റെസൊണൻസ് സ്പെഷ്യാലിറ്റീസ്, RPG ലൈഫ് സയൻസ്, സാഗർ സിമൻറ്റ്, SBC എക്സ്പോർട്ട്, ശക്തി പമ്പ്, സുരേന സോളാർ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളെ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സോന BLW പ്രസിഷൻ ഫോർജിങ്സിൻ്റെ റവന്യൂ 11% വർദ്ധിക്കുകയും നെറ്റ് പ്രോഫിറ്റ് 13% വർദ്ധിക്കുകയും ചെയ്തു. 782 കോടിയിൽ നിന്നും 868 കോടിയിലേക്ക് റവന്യൂ ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 134 കോടിയിൽ നിന്നും 151 കോടിയിലേക്ക് ഉയരുകയും മാർജിൻ 29.7% നിന്നും 20 ബേസിസ് പോയിൻറ്റ് ഉയർന്ന് 27% നിന്നും 29.7% ഇംപ്രൂവ് ആവുകയും ചെയ്തു. CNTൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 4.2% വർദ്ധിച്ചെങ്കിലും കമ്പനിയുടെ റവന്യൂ 4.2% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 31% ഇടിഞ്ഞു. 179 കോടിയിൽ നിന്നും 122 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. എന്നാൽ റവന്യൂ 4.2% വർദ്ധിച്ച് 1849 കോടിയിൽ നിന്നും 1926 കോടിയിലേക്കെത്തി. കമ്പനിയുടെ EBITDA 8.4% ഇടിഞ്ഞിട്ടുണ്ട്. 231 കോടിയിൽ നിന്നും 211 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 12.5% നിന്നും 11% ഇടിയുകയും ചെയ്തു. ആംബർ എൻ്റർപ്രൈസസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. കമ്പനിയുടെ മാർജിൻ 6.1% നിന്നും 7.4% ഉയർന്നു. ഇൻ ടേംസ് ഓഫ് റവന്യൂവും പ്രോഫിറ്റും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു. 1691 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 2133 കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. റവന്യൂ 65% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 48 ലക്ഷം രൂപയുടെ ലോസിൽ നിന്നും 35 കോടി രൂപയുടെ പ്രോഫിറ്റ് എത്തി. 20 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റും പ്രതീക്ഷിച്ചത്. സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ഇൻകം 15% ഇടിഞ്ഞ് 622 കോടിയിൽ നിന്നും 529 കോടിയിലേക്ക് എത്തി. നെറ്റ് ലോസ് 118 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 394 കോടി രൂപയുടെ ലോസിലേക്ക് എത്തുകയും ചെയ്തു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ റവന്യൂ 15% ഉയരുകയും പ്രോഫിറ്റ് 2% ഉയരുകയും ചെയ്തിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 2% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റിൽ 85% വർധനവുണ്ടായി. 286 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 474 കോടിയിലേക്ക് എത്തി. മാർജിൻ 72% നിന്നും 67.7% ഇടിഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്കായ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ്. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും പ്രോഫിറ്റിൽ വളരെ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 631 കോടിയിൽ നിന്നും 3023 കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ റവന്യൂ 10% വർദ്ധിച്ച് 99,926 കോടിയിൽ നിന്നും 1.10 ലക്ഷം കോടിയിലേക്ക് എത്തി. EBITDA 2,724 കോടിയിൽ നിന്നും 6,970 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 2.7% നിന്നും 5.4% ഉയരുകയും ചെയ്തു. V2 റീറ്റെയിലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 117% വർദ്ധിച്ച് 23 കോടിയിൽ നിന്നും 51 കോടിയിലേക്ക് എത്തി. EBITDA 16% നിന്നും 18.9% എത്തുകയും EBITDA മാർജിൻ ഗണ്യമായ രീതിയിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ 58% വർദ്ധിച്ച് 374 കോടിയിൽ നിന്നും 591 കോടിയിലേക്ക് എത്തി. എംഫസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏകദേശം ഫ്ലാറ്റാണ്. നെറ്റ് പ്രോഫിറ്റിൽ 1% വർധനവും റവന്യൂവിൽ 0.7% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തേജസ് നെറ്റ്വർക്കിൻ്റെ റവന്യൂ 560 കോടിയിൽ നിന്നും 2,642 കോടിയിലേക്ക് ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 44 കോടിയിൽ നിന്നും 166 കോടിയിലേക്ക് ഉയരുകയും മാർജിൻ 14% ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡസ് ടവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ 1,540 കോടിയിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് 4,003 കോടിയിലേക്ക് എത്തി. റവന്യൂ 7,199 കോടിയിൽ നിന്നും 7,547 കോടിയിലേക്ക് എത്തിയപ്പോൾ EBITDA 3,622 കോടിയിൽ നിന്നും 6,997 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മറ്റു ചില സ്റ്റോക്കുകൾ വന്ന
മറ്റു ചില ന്യൂസുകൾ വന്ന് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ 3330 കോടി രൂപയുടെ പേഴ്സണൽ ലോൺ ബുക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അദാനി വിൽമാർ എന്ന FMCG സെക്ടറിലെ കമ്പനി ഹരിയാനയിൽ പുതിയ ഫുഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിച്ചു. പതഞ്ജലി ഫുഡിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. പതഞ്ജലി ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ചില്ലി പൗഡർ ബാച്ചിനെ ഫുഡ് റെഗുലേറ്ററി കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പതഞ്ജലി ഫുഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആൽക്കം ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൽ IT റെയ്ഡ് നടന്നതിനെ തുടർന്ന് ആൽക്കം ഡ്രഗ്സ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. മസുഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് ഇന്ത്യൻ നേവിയിൽ നിന്നും 70,000 കോടി രൂപയുടെ സബ്മറൈൻ പ്രോജക്റ്റ് ലഭിച്ചു എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നേവിയുമായി നെഗോഷിയേഷൻ ഒന്നും നടന്നില്ല എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ് കഴിഞ്ഞ ദിവസം മസുഗോൺ ഡോക്ക് പുറത്തുവിട്ടത്. അതുകൊണ്ട് മസുഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആരതി ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ദഹേജിൽ അതിൻ്റെ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ബനാഡ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ആസാമിൽ ഹൈഡ്രോ റിന്യൂവബിൾ എനർജി പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി 450 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇൻഡസ് ടവർ എന്ന കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ചില നടപടികൾ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗ്രീൻലാം ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ആന്ധ്രാപ്രദേശിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ചോപ്പിംഗ് ബോർഡിൻ്റെ അല്ലെങ്കിൽ ചിപ്പ് ബോർഡിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ട്രൈഡൻ്റ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്